ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. അപ്പോ മഹാബലിയുടെ ഓർമ്മകളും തൃക്കാക്കരയപ്പന്റെ സങ്കല്പവും ഒത്തുചേരുന്ന എറണാകുളം വാമനമൂർത്തി ക്ഷേത്രത്തിൽ വിപുലമായ പരിപാടികൾ ഇന്ന് നടക്കും. തിരുവോണ ദിനം ഐശ്വര്യത്തോടെ ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തൃക്കാക്കര ക്ഷേത്രത്തിലേക്ക് ആളുകൾ എത്തുന്നത്. ക്ഷേത്രത്തിൽ എത്തുന്നവർക്ക് ഓണസദ്യയും കഴിച്ചു മടങ്ങാം. നിതിൻ സേവ്യർ ഉണ്ട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ. നിതിനോട് ചോദിക്കാം. ഗുഡ് മോർണിംഗ് നിതിൻ, ഹാപ്പി ഓണം. ഗുഡ് മോർണിംഗ്, ഹാപ്പി ഓണം. അപ്പോ അവിടെ റിപ്പോർട്ടിങ്ങിന്റെ പേരും പറഞ്ഞ് സദ്യ കഴിക്കാൻ പോയതാണല്ലേ? തീർച്ചയായിട്ടും. അതായത് ഈ ഓണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ ക്ഷേത്രം തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് സദ്യ കഴിക്കുക എന്ന് എല്ലാവരുടെയും ആഗ്രഹമാണ്. അതുകൂടെ കണക്കിലെടുത്ത് തന്നെയാണ് നമ്മൾ രാവിലെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഏതായാലും നമുക്ക് രാവിലെ തന്നെ കാണാൻ സാധിക്കും. വലിയ തോതിലുള്ള തിരക്കാണ് ഈ രാവിലെ തൊഴാനായി അല്ലെങ്കിൽ ദർശനത്തിന് വേണ്ടി വലിയ തോതിലുള്ള തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഈ ക്യൂ ഇങ്ങനെ നീണ്ട് ഈ ക്ഷേത്രത്തിന് ചുറ്റിലും ഈ ക്യൂ ഇങ്ങനെ നിൽപ്പുണ്ട്. ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ തന്നെ നിലവിൽ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഓണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും തിരക്കേറിയ, ഏറ്റവും പേരുകേട്ട, ഏറ്റവും പ്രശസ്തമായ അമ്പലമാണ് ഈ അമ്പലം. ഓണത്തിന്റെ വിശ്വാസങ്ങളോടും അല്ലെങ്കിൽ ഓണത്തിന്റെ പൈതൃകത്തോടും ഒക്കെ ചേർന്ന് നിൽക്കുന്ന, ഓണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഏറ്റവും മികവ് പുലർത്തുന്ന ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ അവിടെ രാവിലെ തന്നെ വന്ന് തൊഴുക അല്ലെങ്കിൽ ദർശനം ലഭിക്കുക എന്നൊക്കെ എല്ലാവരും വലിയ പുണ്യമായി കാണുന്നതാണ്. പ്രത്യേകിച്ച് ഈ സ്ഥിരം ഓണക്കഥകളിലൊക്കെ നമ്മൾ വില്ലനായി കാണുന്നയാളാണ് വാമനൻ. പക്ഷേ വാമനെ ആരാധിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ തൊഴാനെത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഇതെന്നുള്ള പ്രത്യേകതയും കൂടിയുണ്ട്. ഏതായാലും ഓണം മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷമാണ്. അപ്പോൾ ആ ആഘോഷം ഏറ്റവും മനോഹരമാക്കുന്നത്, അതിൻ്റെ ഏറ്റവും അല്ലെങ്കിൽ അത് പുണ്യമാകുന്നത് രാവിലെ തന്നെ ക്ഷേത്രത്തിലെത്തി തൊഴുത് വളരെ നല്ല മനസ്സോടെ, ശാന്തമായ മനസ്സോടെ ഇവിടെ നിന്ന് മടങ്ങുമ്പോഴാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് ആളുകൾ ഇത്തരത്തിൽ രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഇവിടെ ഇനി നിരവധി പൂജകളും അല്ലെങ്കിൽ ഓണവുമായി ബന്ധപ്പെട്ടുള്ള കർമ്മങ്ങളും ഒക്കെ നടക്കാനുണ്ട്. സദ്യ ഇവിടെ ഇന്നലെയും ഇന്നുമായി ഇവിടെ സദ്യ നൽകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. പ്രത്യേകിച്ച് 2500-ലധികം വർഷമുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു പരമ്പരാഗത ഓണാഘോഷങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുകയൊക്കെ ചെയ്യുന്നത്. തിരുകാൽക്കര എന്ന വാക്കിൽ നിന്നാണ് തൃക്കാക്കര ഉണ്ടായത് എന്നാണ് വളരെ കാലങ്ങളായി ഇവിടെ പറയപ്പെടുന്ന ഒരു വിശ്വാസം. അപ്പോൾ മഹാവിഷ്ണു അവതാരമായ വാമന രൂപത്തിലെത്തി മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ ഇടം ഈ ക്ഷേത്രത്തിനുള്ളിൽ അല്ലെങ്കിൽ ഈ ക്ഷേത്ര കോമ്പൗണ്ടിനകത്താണ് എന്നുള്ള വിശ്വാസം കൂടിയുണ്ട്. അതുകൊണ്ട് കൂടി തന്നെയാണ് ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്യുന്നത്. മറ്റ് പല ഐതിഹ്യങ്ങളും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടൊക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഒരുപാട് ആളുകൾ നിലവിൽ തന്നെ രാവിലെ തന്നെ വലിയ ക്യൂ നമുക്കിവിടെ അനുഭവപ്പെടാൻ സാധിക്കുന്നുണ്ട്. ക്ഷേത്രങ്ങളിൽ തിരുവോണ ദിവസം രാവിലെ പോവുക എന്നത് മലയാളികളുടെ ഒരു പതിവാണ്. അല്ലെങ്കിൽ അത് ഒരു ഐശ്വര്യത്തിൻ്റെ അല്ലെങ്കിൽ പുണ്യത്തിൻ്റെയൊക്കെ പ്രതീകമായി കാണുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ രാവിലെ ഇങ്ങോട്ടേക്കൊക്കെ വരുന്നുണ്ട്. നമുക്ക് ചില ആളുകളുടെ പ്രതികരണങ്ങളൊക്കെ കൂടി നോക്കാം എന്ന് തോന്നുന്നു. ചേട്ടാ, രാവിലെ ഓണമായിട്ട് ക്ഷേത്രത്തിലേക്ക് വന്നതാണല്ലേ? അതെ അതെ, എല്ലാ കൊല്ലം വരാറില്ല. എല്ലാ കൊല്ലം ഇവിടെ തന്നെയാണ് വരാറ്? എല്ലാ കൊല്ലം ഇവിടെ വരാറ്. ഇവിടെ തന്നെയാണോ വീട്? ഇവിടെ തന്നെയാണോ? അല്ല, ചോറ്റാനിക്കര. ഇവിടെ തന്നെ രാവിലെ വരാനുള്ള കാരണം ഇന്ന് ഓണമല്ലേ, അപ്പോൾ വാമനമൂർത്തിയെ കണ്ട് തൊഴണം. ഭഗവാന്റെ അവതാരമല്ലേ, അപ്പോൾ അനുഗ്രഹിക്കണം. ഹാപ്പി ഓണം. രാവിലെ അടുത്താ താമസിക്കുന്നത്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. தமிழ்நாட்டிலிருந்து வந்திருக்கு. திவ்ய தேசம் வாமனமூர்த்தி டெம்பிள்ஸ் இது தரிசிக்கிறதுக்கோசரமே திருவோணத்தன்னைக்கு இங்கே வந்திருக்கு. ഇവിടെ തന്നെ വരാനുള്ള കാരണം എന്താ? കാരണം ദിവ്യ ദേശം 108 ദിവ്യ ദേശം. திஸ் இஸ் பெருமாள் டெம்பிளில் திஸ் டெம்பிள் 1 வாமனமூர்த்தி அவதாரம். திஸ் டெம்பிள் திஸ் இஸ் 106 டெம்பிள் டோட்டல் 108. திஸ் இஸ் இதில் கேரளா மலைநாட்டில் 13 ദിവ്യ ദേശങ്ങൾ, അതിൽ ഇത് ഉണ്ട്. ഏതായാലും അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് സ്ഥിരം മാവേലി കഥകളിൽ, ഓണക്കഥകളിലൊക്കെ വാമനൻ വില്ലനാണെങ്കിൽ, പക്ഷേ വാമനെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണെന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ ക്ഷേത്രത്തിലുണ്ട്. അതുകൊണ്ട് കൂടി തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നടക്കം ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നത്, ഇവിടെ എത്തി ദർശനം ലഭിക്കാൻ അല്ലെങ്കിൽ തൊഴാനായി ഇങ്ങോട്ടേക്ക് എത്തുന്നാലും വലിയ സന്തോഷത്തിലാണ് ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഇവിടെ നിന്നും മടങ്ങുമ്പോൾ മനസ്സും ശരീരമൊക്കെ ശാന്തമാക്കി അല്ലെങ്കിൽ സമാധാനത്തോടെ ഇവിടെ നിന്ന് മടങ്ങാനാവുമെന്നൊരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു വിശ്വാസം കൂടി അവർക്കുണ്ട്. ഏതായാലും തിരുവോണ ദിവസമാണ്. എല്ലാവർക്കും, എല്ലാ പ്രേക്ഷകർക്കും തിരുവോണ ആശംസകൾ കൂടി നേരുന്നു. യെസ്, അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ നിതിന് പങ്കുവയ്ക്കാനുള്ളത്.